ഞാൻ ഇന്നലെ നാട്ടിൽ നിന്നൊരു രോഗിനെ സന്ദർശിച്ചു. അപ്പം മൂത്രത്തിന് ട്യൂബൊക്കെ ഇട്ട് കിടക്കുകയാണ്. അപ്പോൾ അയാളോട് നിങ്ങൾ വർത്താനൊക്കെ പറഞ്ഞോടുന്ന് ദ്വാരുന്നു. അങ്ങനെ അയാളോട് ഞാൻ പറഞ്ഞു നിസ്കരിക്കണം തറാറിലിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു മൂര്യർ പറഞ്ഞാൽ നിസ്കരിക്കേണ്ടതെന്നാണല്ലോ. അപ്പോൾ നമ്മൾ മൂര്യരത് പറഞ്ഞിട്ടുണ്ടാവില്ല, അവനെ എന്തെങ്കിലും തോന്നിയതാണ് ഈ കാരണം മൂത്രത്തിന് ട്യൂബ് ഇട്ടിച്ചിട്ട് നിസ്കാരത്തിന് ഒഴിവുണ്ടോ? അത് നിത്യശുദ്ധിക്കാർ പറഞ്ഞ കൂട്ടത്തിലാണ് പെടാന്നാണ് കാളമ്പാടിസ്തൊക്കെ പണ്ട് ഞങ്ങൾക്ക് പട്ടിക്കാട്ടെന്ന് പറഞ്ഞത് ഓതുന്ന കാലത്ത്. നിത്യശുദ്ധി മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടീമില്ലേ ഇനി പണ്ടൊക്കെ. ഇപ്പം അങ്ങനത്തെ ചികിത്സ ഉണ്ട്. നിത്യശുദ്ധിക്കാരൻ മൂത്രം ഇങ്ങനെ മൂത്രവാർച്ച എന്നമാർക്കുള്ള വകുപ്പിലാണ് ഇത് പെടുക. അപ്പോൾ അവർക്ക് ഒരു ഷർത്ത് അധികം ഉണ്ട്, സമയമായിട്ടേ ഉതിർക്കാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് ഉതിർക്കില്ല, നമുക്കൊരു സുന്നത്താണ്. ഇവർക്ക് അങ്ങനെയല്ല, വാങ്ങ് കൊടുത്തിട്ടേ ഉതിർക്കാവൂ. ഉതിർത്തവന് കൂടുതൽ നിൽക്കരുത്, വേഗം നിസ്കരിക്കും വേണം. അങ്ങനെ ഈ മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കല്ലോ, ഇങ്ങനെ മുറിഞ്ഞുകൊടുക്കുന്നല്ലേ. അപ്പോൾ പരമാവധി അത് ചെയ്യാൻ പറ്റുക ചെയ്യാന്നുള്ളതാണ് എൻ്റെ മസാല. അപ്പം എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അങ്ങനെയല്ലേ? കാരണം ബുദ്ധിയിലോടത്തോളം കാലം നിസ്കാരത്തിന് ഏതില്ല, ഒരു വിട്ടുവീഴ്ചയില്ല. എങ്ങനെ കൈനമാർക്ക് എങ്ങനെ എന്താക്കണം, നിസ്കരിക്കണം.